الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്ന ആളുകൾ, പ്രാർത്ഥിക്കുന്നവരൻ, പ്രാർത്ഥിക്കേണ്ടവരൻ. ജീവിതത്തിൽ മനസ്സറിഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആദരിക്കുന്നതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അവന്റെ ദുർബലത സ്വയം ബോധ്യപ്പെട്ട് അവന്റെ ആവശ്യം റബ്ബിനോട് പറയുന്ന പ്രാർത്ഥനാ വേളയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തആല മിനദ് ദുആ. ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ ദുആയോളം എത്തുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ, ഒരു അടിമ അവന്റെ ദൗർബല്യം, ദുർബലത അങ്ങേയറ്റം ബോധ്യപ്പെട്ട് പ്രപഞ്ച സൃഷ്ടാവിനുള്ള കഴിവും ശക്തിയും അത് മനസ്സിൽ പറഞ്ഞ് അള്ളാഹുവോട് കാര്യങ്ങൾ അപേക്ഷിക്കുക, കേഴുക, ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു സംഗതി ഇല്ലെങ്കിൽ റബ്ബ് പരിഗണിക്കുക തന്നെ ഇല്ല, പരിഗണിക്കുക പോലുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്ത് 77-ാമത്തെ വചനം. അവിടെ ഖുർആൻ പറയുന്നത്, ഖുൽ മാ യഅബൗ ബികും റബ്ബി ലൗലാ ദുആഉക്കും. നബിയെ പറയുക, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ
പരിഗണിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഒരാളെ അള്ളാഹു പരിഗണിക്കുക പോലും ചെയ്യില്ല എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു മല്ലം യസ്അലില്ലാഹ്, ആരാണോ അള്ളാഹുവോട് ഒന്നും ചോദിക്കാത്തവൻ, അള്ളാഹുവോട് ഒന്നും ചോദിക്കണില്ല, യഗ്ളബ് അലൈഹി, അവനോട് അള്ളാഹുവിന് കോപമാണ്. മനസ്സറിഞ്ഞ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാത്തത് അള്ളാഹുവിന് ദേഷ്യമാണ്. കാരണം എന്താ? കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഉ ഇസ്തഗ്ന. ഖുർആൻ പറയുന്നത് കാണാം, മനുഷ്യൻ അക്രമിയാകുന്നത്, അവൻ തുഗ്യാനിയത്ത് കാണിക്കുന്നത് എപ്പോഴാ? അൻ റആഉ ഇസ്തഗ്ന, ഞാൻ തിരക്കിടില്ല എന്ന് അവന് തോന്നുമ്പോഴാണ്. എനിക്കൊന്നും ആരുടെയും ആവശ്യമില്ലാതെ എപ്പോ തോന്നുന്നുവോ അപ്പോൾ മനുഷ്യൻ അക്രമിയാകുന്ന. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ ദുർബലനാണ്, എന്റെ കാര്യം അവൻ നൽകേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് എന്ന ശ്രദ്ധ അത് തേട്ടമായി വരുമ്പോ അതിനെ പ്രാർത്ഥന എന്ന് പറയാം. അങ്ങനെ ഒരാൾ തന്റെ അവസ്ഥ പറഞ്ഞ് അള്ളാഹുവിന്റെ സ്ഥാനവും ഗാംഭീര്യവും അവന്റെ കഴിവും ഒക്കെ ഒരാൾ അംഗീകരിച്ച് തന്റെ ആവശ്യം പറഞ്ഞാൽ, ഇനിയൊരു പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മാനസികാവസ്ഥ ഒരാൾ പ്രഖ്യാപിച്ചാൽ, ആവശ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നാലും ഇതിങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹു പരിഗണിക്കാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൽ ഖസസ് എന്ന് പറഞ്ഞാൽ കഥാവിവരണം എന്നാണ്. മൂസാ നബിയുടെ കഥ വിശദമായി പറയുന്നൊരു അധ്യായമാണ് സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 28 സൂറത്തു അൽ ഖസസ്. അവിടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഫറോവയെ ഭയന്നുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. അന്ന് പ്രവാചകനായിട്ടില്ല. ഫറോവയുടെ ഫിർഔനിന്റെ കിരാത ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ അടിമകളായി പരിഗണിക്കപ്പെട്ടിരുന്ന ഇസ്രായേലി വംശത്തിലായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ ഇസ്രായേലി വംശത്തിൽപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട കോപ്റ്റിക് വംശത്തിൽപ്പെട്ട കെബിത്തിയായ ഒരു മനുഷ്യനെ അബദ്ധവശാൽ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി ചെയ്തതിൽ ഒരു അടിയടിച്ചു, അയാൾ മരണപ്പെട്ടു. ഉടനെ ഈ വിവരം ഫറോവ അറിയുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ കൽപ്പിക്കുകയും ഉത്തരവിടുകയും ചെയ്തു. ഈ കാര്യം അറിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി രക്ഷപ്പെടുകയാണ്. ദീർഘമായ യാത്ര, സീനാ പർവ്വത നിരകളൊക്കെ താണ്ടി ഒരാഴ്ചയിലധികം കഴിഞ്ഞ് അദ്ദേഹം മദിയൻ എന്ന പ്രദേശത്തെത്തുക. മറ്റൊരു രാജ്യത്തേക്ക് ക്ഷീണിച്ചവശനായി അങ്ങേയറ്റത്തെ ഭയത്തോടുകൂടി അദ്ദേഹം ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ നടന്ന് ആ അപരിചിതമായൊരു നാട്ടിൽ കുറച്ച് മനുഷ്യരെ കാണാൻ, നേർക്കുനേരെ നമ്മുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഈ വിവരണം ഇങ്ങനെ വിശദീകരിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വലമ്മാ വറദ മാഅ മദിയൻ വജദ അലൈഹി ഉമ്മത്തും മിനൻ നാസി യസ്ഖൂൻ. എന്നെ അവർ ചെന്നു, ഒരു കൂട്ടം ആളുകൾ അവരുണ്ട് അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. മനുഷ്യരില്ലാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ കുറെ ആളുകൾ കാണുമ്പോൾ സ്വാഭാവികമായി അവരുടെ അടുത്തേക്ക് ചെല്ലും. വിശുദ്ധ ഖുർആൻ പറയുന്നു, അതോടൊപ്പം തന്നെ വവജദ മിൻ ദൂനിഹിം ഇംറഅതൈൻ തദൂദാൻ, രണ്ട് സ്ത്രീകളുണ്ട്, അവരുടെ ആടുകൾ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. കുറെ ആളുകൾ
ആടുകൾക്ക് വെള്ളം ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ആടുകളെ തടഞ്ഞു നിർത്തിയിട്ട് 2 പെൺകുട്ടികളുമുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറയുന്നു, ഖാല മാ ഹത്ബുകുമാ, അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നത്? ഖാലത്ത, ആ പെൺകുട്ടികൾ പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ അർറിആ വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങള് ഈ ആളുകൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്ത് മടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലാറുള്ളൂ. പെൺകുട്ടികൾ എന്ന മര്യാദ അവർ പറയാൻ എന്ന് മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞു, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്, പ്രായമായ ഉപ്പയല്ലാതെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് വന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചു, അവരും മറുപടി പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളമെടുത്തു കൊടുത്തു. ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവരുടെ ആടുകൾക്ക് വേണ്ട വെള്ളമൊക്കെ കൊടുത്തു. ചരിത്രം ഞാൻ വിശദമായി വിശദീകരിക്കുന്നില്ല. അദ്ദേഹം മാറി നിന്നു, അവരൊക്കെ പോയി. വിശുദ്ധ തുറന്നു പറയുന്നത്, വെള്ളമൊക്കെ കൊടുത്ത് അദ്ദേഹം ഒരു തണലിൽ ഇരുന്നു. എന്നിട്ടോ ഫഖാല, ഇത് പറയാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്? റബ്ബി ഇന്നി ലിമാ അൻസൽതു ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ, ഞാൻ ഇപ്പോ ആവശ്യക്കാരൻ. നീ എന്തൊരു ഖൈർ എനിക്ക് ഇറക്കി തന്നാലും ഞാൻ ഫഖീറൻ. ഫഖീർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണഗതിയിൽ ഫഖീർ, മിസ്കീൻ ഒക്കെ പ്രയോഗിക്കും. ഫഖീർ എന്ന് പറഞ്ഞാൽ തന്റെ ആവശ്യം മറ്റൊരാൾ ചെയ്തു തരാതെ ഇയാളുടെ ആവശ്യം പൂർത്തിയാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും വേറൊരാളോട് കാര്യം പറഞ്ഞ് അയാൾ എന്തെങ്കിലും ചെയ്തു തന്നാലേ പറ്റുള്ളൂ. അതിനാ ഫഖീർ എന്ന് പറയാം. ഒന്നുമില്ലാത്തവൻ, ഞാൻ ഫഖീറാണ്. നീ എന്തിറക്കി തന്നാലും എനിക്ക് ആവശ്യമുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഖദ് യകൂനു സുആലു ബിൽ ഇഖ്ബാരി അൻ ഹാലി സായിലി വഇഖ്തിയാരിഹി കമാ ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവോട് ചോദിക്കുന്ന ആളുകൾ അവരവരുടെ അവസ്ഥ എടുത്തു പറഞ്ഞ് ചോദിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അവനാന്റെ നമ്മളൊപ്പത്തെ അവസ്ഥയൊക്കെ പറയാന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു മര്യാദയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ. ഏതായിരുന്നാൽ അദ്ദേഹം ഇത് പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫജാഅത്തുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇൻ. കുറെ കഴിഞ്ഞ് പെൺകുട്ടികളിൽ 2 ഒരു പെൺകുട്ടി ലജ്ജയോടുകൂടി അവിടെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം, ഒരു പുരുഷന്റെ അരികിലേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നത്, ഒരു പുരുഷനുള്ളിടത്ത് സ്ത്രീ ശ്രദ്ധിക്കേണ്ട ആ മാന്യതയോടുകൂടി ലജ്ജ സൂക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ വന്നു. എന്നിട്ട് ആ പെൺകുട്ടി പറയാൻ, ഇന്ന റബ്ബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ഇന്ന അബി, ഞങ്ങളുടെ ഉപ്പ, യദ്ഊക, നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നത്? ഞങ്ങളെ സഹായിച്ചതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകാനാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിക്കാൻ പേടിച്ച് മറ്റൊരു ദേശത്ത് വന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്നിടത്ത് ഒന്നാമത്തെ കാര്യം ദാ, നിങ്ങൾ ഒരാൾ വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഒരു അർത്ഥാണ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഫലമ്മാ ജാഅഹു, എന്നിട്ട് അദ്ദേഹം അങ്ങനെ അവിടെ എത്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയുടെ ഉപ്പയുടെ അടുത്തെത്തി, അവരുടെ വീട്ടിലെത്തി. വഖസ്സ അലൈഹിൽ ഖസസ്, നടന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഖാല, ആ സമയത്ത് ആ പ്രായമേറെയുള്ള ആ മനുഷ്യൻ സാധാരണഗതിയിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്നൊക്കെ പറയപ്പെടാറുണ്ട്. ചരിത്രം ഗ്രന്ഥങ്ങളിൽ അത് കാണുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത അല്ലാഹു അഅലം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട് കണ്ടിട്ടൊന്നുമില്ല. എന്തായിരുന്നാലും അദ്ദേഹം ഒരു പ്രായമേറിയ മനുഷ്യനാണ്. അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, ലാ തഖഫ്
രണ്ടാമത്തെ കാര്യം എന്താ വേണ്ടത്? കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇവിടെ ഫറോവയുടെ രാജ്യമല്ല, ഇവിടെ അദ്ദേഹത്തിന് അധികാരമില്ല, ഇവിടെ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾ നിർഭയനാണ്. രണ്ടാമത് അദ്ദേഹത്തിന് കിട്ടേണ്ടത് അതാണ്. നിങ്ങൾ പേടിക്കണ്ട. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ആ അക്രമികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇവിടെ സുരക്ഷിതനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സഹായിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇവരുടെ ഈ സംസാരത്തിനിടയിൽ ഈ വന്ന പെൺകുട്ടി, ഈ സ്ത്രീ അവരുടെ ഉപ്പയോട് പറയണം, ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജറഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യൽ അമീൻ. ഉപ്പ, ഇദ്ദേഹത്തെ ഒരു കൂലിക്കാരനായി നിങ്ങൾക്ക് നിശ്ചയിക്കാം. കാരണം അദ്ദേഹം ഖവിയ്യുൻ അമീനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ വാക്ക് എടുത്തു കൊടുക്കണം. അല്ലാഹു എന്താ? ജോലിക്കാരെ നിർത്തണം. ആരെയാണ് ഒരാൾ ജോലിക്ക് നിർത്തേണ്ടത്? എന്താ ഖുർആനിലൂടെ പറയുന്നത്? ഉപ്പ, ഇയാളെ നിങ്ങൾക്ക് ജോലിക്കാരനായി നിർത്താം. കാരണം ഇയാൾ കവിയാണ്. കവി എന്ന് പറഞ്ഞെന്താ? ശക്തനാണ്, അയാൾ മിടുക്കനാണ്, ഈ കാര്യത്തിന് ഇവിടെ നിർത്താൻ പ്രാപ്തനാണ് എന്ന് മാത്രമല്ല അമീൻ, വിശ്വസ്തനുമാണ്. അല്ലേ? എന്നും അങ്ങനെയാണ് വേണ്ടത്. ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ അയാൾക്കൊരു പക്ഷേ സാങ്കേതികമായി ഒട്ടനേകം ഷഹാദത്തുകൾ, രേഖകളൊക്കെ ഉണ്ടാവും. അയാളെ സംബന്ധിച്ച് അയാൾ ഈ കാര്യത്തിന് പറ്റില്ലെങ്കിൽ ജോലിക്കെടുക്കേണ്ടതില്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ. ഇനി എല്ലാം ഉണ്ട്, മിടുക്കനാണ്, പക്ഷെ അയാൾ വിശ്വസ്തനല്ലെങ്കിലോ? അതാവശ്യമില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം ഈ പെൺകുട്ടി എന്ന് പറയണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹദീസുകൾ കൊടുത്തു കൊടുക്കുന്നത് കാണാം. ഇത് പറയുമ്പോ ഉപ്പ ഈ സ്ത്രീയോട് ദേഷ്യപ്പെടണം, ഈ പെൺകുട്ടിയോട് ദേഷ്യപ്പെടണം. നിനക്ക് എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് മനസ്സിലായി? അപ്പൊ ഈ പെൺകുട്ടി വിശദീകരിച്ചു കൊടുക്കുന്നത്, ഉപ്പ, ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ കഴിവ്, അത് വല്ലാത്തൊന്ന്. രണ്ടാമത് അദ്ദേഹം വിശ്വസ്തനായിരുന്നു. ഞാൻ ഇവിടുന്ന് നിങ്ങൾ എന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അയക്കുമ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് കണ്ണു നട്ടിരിക്കുന്ന മനുഷ്യൻ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്തേക്ക് എത്തുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തലതാഴ്ത്തി. ആ മനുഷ്യൻ തലതാഴ്ത്തിയിരുന്നു, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങളെ എന്റെ ഉപ്പ വിളിക്കുന്നു എന്ന് പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എന്നാ വരൂ, ഞാൻ മുന്നിൽ നടക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ നടക്കാൻ, ഈ പെൺകുട്ടിയോട് പിറകിൽ നടക്കാനാ പറയുന്നത്. വഴി അവരാ പറഞ്ഞു കൊടുക്കുന്നത്. വീടെത്തുന്നത് വരെ ഒരു സമയം പോലും എന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിശ്വസ്തനായിരുന്നു അദ്ദേഹം. സംഭവിച്ചത് എന്താ? തുറന്നുള്ള കാര്യം അറിയാലോ. ഈ പിതാവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ വീട്ടിൽ അഭയം നൽകുന്നു എന്ന് മാത്രമല്ല, ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ വിവാഹം കഴിച്ചു കൊടുക്കുക. അതുകൊണ്ടാ അത് നല്ലൊരു ജോലിക്കാരനെ കിട്ടി എന്ന അർത്ഥത്തിൽ മാത്രമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ നമ്മുടെ കാഴ്ചപ്പാടിൽ വിരൂപനായിരുന്നു എന്ന് പറഞ്ഞാൽ, നല്ല നീളമുള്ള, തടിയില്ലാത്ത, ചുരുണ്ട മുടിയുള്ള, നീണ്ട മൂക്കുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നീളവും കറുത്തവനുമായ, അങ്ങനെയൊക്കെയായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശരീരപ്രകൃതം. അങ്ങനെയൊക്കെ ആയിട്ടും തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. സുഹൃത്തുക്കൾ, നമ്മുടെ വിഷയം ആ മാറി നിന്നുകൊണ്ട് അദ്ദേഹം റബ്ബിനോട് തന്റെ അവസ്ഥ പറഞ്ഞ്, ആ നിസ്സഹായത പറഞ്ഞ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടേണ്ടത് മുഴുവൻ അവിടെ കിട്ടി. എന്താ കിട്ടേണ്ടത്? അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു, എന്നെ പിടിക്കും, അതില്ലാതെയായി. അദ്ദേഹത്തിന് ഒരു അത്താണി ആവശ്യം ഉണ്ടായിരുന്നു, അത് കിട്ടി. കുടുംബം കിട്ടി, വീട് കിട്ടി, ജോലി കിട്ടി, എല്ലാം. എന്താ പറഞ്ഞത്? റബ്ബേ, ഞാൻ ആവശ്യക്കാരൻ, നീ എന്തിറക്കിയാലും ഞാൻ ഫഖീറാണ് എന്ന്. അതേപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ ജീവിതത്തിൽ എപ്പോഴും ഉള്ളവനാണ്, ഉണ്ടാവേണ്ടവനാണ് മുസ്ലിമായ മനുഷ്യൻ. ജോലിയുടെ വിഷയത്തിൽ, സന്താനങ്ങളില്ലാത്ത കാര്യത്തിൽ, രോഗം വരുന്ന അവസ്ഥയിൽ, ഏത് വിഷയമാട്ടെ
അവിടേക്ക് എന്റെ റബ്ബ് അവൻ ഇതിൽ ഏറ്റവും ഹൈറായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. വല്ലാത്തൊരു എനർജിയാണ്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ തന്നെ കാണാം നമുക്ക്. സക്കരിയ നബിയുടെ പ്രാർത്ഥന പറയാണ് ഖുർആൻ. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ രഹസ്യമായി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് ദുആ ചെയ്തത് നിങ്ങൾ ഓർക്കണം. ഇതിനാഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം എന്നാണ് ഖുർആൻ വായിക്കുന്നവരോട്. എന്താണ് അദ്ദേഹം വളരെ പതുക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താ? അർദ്ധരാത്രിയിൽ വീട്ടുകാരും നാട്ടുകാരും ഉറങ്ങിക്കിടക്കുന്ന സമയം അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബിനോട് ഇങ്ങനെ പറയും. അതാണ് നിദാഅൻ ഖഫിയ. അല്ലാതെ ശബ്ദം വളരെ താഴ്ത്തിയ അർത്ഥത്തിലല്ല, രഹസ്യമായി അള്ളാഹുവോട് അദ്ദേഹം പ്രാർത്ഥിച്ചത് നിങ്ങൾ ഓർക്കണം. എന്താ അദ്ദേഹം പറയുന്നത്? ഖാല റബ്ബി ഇന്നി വഹ്നൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. ഖുർആനോട് പറയുന്നത് അറിയോ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറയുന്നത്, റബ്ബേ ഇന്നി വഹ്നൽ അദ്മു മിന്നി, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല വസ്തഅല അർ-റഅസു ശൈബ, എന്റെ തലമുടി നരച്ച് തിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നരവാദിച്ചിട്ടുണ്ട്, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്, ഞാനൊരു വയോവൃദ്ധനായിട്ടുണ്ട് എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയാം, അങ്ങനെയൊക്കെയാണെങ്കിലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എന്റെ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനല്ല, നിരാശനല്ല, പ്രതീക്ഷയുണ്ട്. പ്രായമേറെ തുടർന്ന് പറയുന്നത് എന്റെ ഭാര്യ ആഖിറത്താൻ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത സ്ത്രീയാണ്, എന്നാലും ഞാൻ നിന്നോട് ചോദിക്കാൻ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ പ്രായമേറെ എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ നൽകി. എന്തെല്ലാം പാഠങ്ങൾ അതിലുള്ളത്! അങ്ങേയറ്റത്തെ പ്രതീക്ഷ, ചോദ്യം. ഒരു പ്രവാചകനായിട്ട് പോലും അതുവരെ അല്ലാഹു പരീക്ഷിച്ചത് എന്ന് മാത്രമല്ല, മക്കളെ ചോദിക്കുന്നിടത്ത് പാലിക്കേണ്ട മര്യാദകൾ ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ദുർബലത എടുത്തു പറഞ്ഞ് റബ്ബിനോട് പറഞ്ഞപ്പോ അള്ളാഹു അദ്ദേഹത്തിന് സന്താനത്തെ നൽകി. യഹ്യ എന്ന പേരുള്ള ഒരു പ്രവാചകനായ സന്താനത്തെ തന്നെ അള്ളാഹു നൽകി. ഇനി നോക്കൂ നിങ്ങൾ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കാര്യം പറഞ്ഞില്ല എങ്കിൽ പോലും, നേരത്തെ പറഞ്ഞില്ലേ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ ആവശ്യമില്ലാതാണ്, എന്നാലും അള്ളാഹുവിനെ വാഴ്ത്തി നമ്മുടെ അവസ്ഥ പറഞ്ഞു എങ്കിൽ അള്ളാഹ് ഇടപെടും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാം അല്ലേ? യൂനുസ് നബി, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നമുക്കൊക്കെ ഈ വിഷയം ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ വരും. അപ്പോഴൊക്കെ നമ്മുടെ മാനസികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത്, മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയെ സംബന്ധിച്ച് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തറിയാം? സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഉതു ദിന്നൂൻ, ദിന്നൂനിന്റെ യൂനുസ് നബിയുടെ പ്രാർത്ഥന, ഇദാ ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മലയാളികൾക്കും ബൈഹാർട്ടുള്ള ചെറിയൊരു ദിക്റാണ്, ദുആണ്. എന്നിട്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു പ്രാർത്ഥന ഫഇന്നഹു ലം യദഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തുൻ ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു കാര്യം എന്താ അതിലുള്ളത്? വിശുദ്ധ ഖുർആൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു അംബിയാഇന്റെ 87-ാമത്തെ വചനം, വദന്നൂന ഇദ് ദഹബ മുആദിബൻ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കോപാകുലനായ സന്ദർഭം. നീനവ പ്രദേശത്ത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പ്രവാചകനായി അയക്കാൻ ഒരാളും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരാൾ പോലും അംഗീകരിക്കുന്നില്ല. ഒരു പ്രവാചകന്റെ അവസ്ഥയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ദേഷ്യപ്പെട്ട് പോവാൻ.
എന്നിട്ട് ഖുർആൻ പറയുന്നെന്തറിയോ? അദ്ദേഹം വിചാരിച്ചത് എന്താ? നാം അദ്ദേഹത്തെ കൈവിടിയില്ല, ഒരു പ്രവാചകനല്ലേ, ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോയാലും അള്ളാഹ് എന്നെ കൈവിടിയില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചു പോയത്. പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ അദ്ദേഹം പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ വിചാരം അള്ളാഹ് എന്നെ കൈവിടിയില്ല എന്ന ധൈര്യത്തിലാണ് പോയത്. എന്നിട്ട് ഖുർആൻ പറയാ, ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹം ഇരുട്ടുകളിൽ നിന്ന്, ഇരുട്ടിന്റെ ആ ഇരുട്ടുകളിൽ അകപ്പെട്ട ഇരുട്ടിൽ വെച്ച് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കൽ. എന്താ ഇരുട്ട്? അദ്ദേഹം സമുദ്രത്തിലാണ്, നമുക്കറിയാം, കടലിലാണ്, തിരമാലകളുടെ ഇരുട്ട്. അതിന് മത്സ്യത്തിന്റെ വയറ്റിലാണ്, ഒന്നുകൂടി ഇരുട്ട്, രാത്രിയിലാണ്. അതിനൊക്കെ പുറമെ മനസ്സിന് അദ്ദേഹത്തിന് ബാധിച്ച അങ്ങേയറ്റത്തെ ഇരുട്ട്. ഞാൻ എന്തോ അപരാധം ചെയ്തതിന്റെ പേരിൽ വന്നുപോയി എന്ന സങ്കടം. ഇതിന്റെ ഒക്കെ ഇടയിൽ അദ്ദേഹം അള്ളാഹിനോട് പറയാം. എന്താ അവിടെ പറഞ്ഞത്? അള്ളാഹുവേ, ഞാനിവിടെ അകപ്പെട്ട് എന്നെ രക്ഷിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം അല്ലാ ഇലാഹ ഇല്ലാ അൻത്. ഒന്നാമത്തെ കാര്യം എന്താണ് ആ വാചകം? ആകാശത്തിന് താഴെ പ്രഖ്യാപിക്കപ്പെട്ട, പറയാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വാചകം. എന്താണ് വാചകം? അല്ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ, നീയല്ലാതെ ഹക്കായ നിലക്ക്, ന്യായമായ നിലക്ക് ആരാധിക്കപ്പെടാൻ ഒരാളും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നമ്മൾ എത്ര പറയാറുണ്ട്? അല്ലാഹുവേ, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാളില്ല. സുബ്ഹാനക്, നീ പരമ പരിശുദ്ധനാണ്. നിന്റെ സൃഷ്ടിപ്പിൽ, നിന്റെ സത്തയിൽ, നിന്റെ കഴിവിൽ നിനക്ക് എന്തൊക്കെയുണ്ട് അതിലെല്ലാം നീ പൂർണ്ണനാണ്. നിന്നെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലും നീ പരമ പരിശുദ്ധനാണ്. അതാണ് സുബ്ഹാനക്. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല, നീ പരമ പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ പറയാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് മഹത്വങ്ങൾ ചാർത്തിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാനാവട്ടെ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ അവസ്ഥ പറയുന്നു, അള്ളാഹുവിന്റെ സ്ഥാനം നിർണയിച്ചുള്ളൂ. ഇതാണ്. ഇതിലൊരു സ്വാലിൽ ഒരു ചോദ്യമില്ല, ഒരു തൊലബ്, ഒരു ആവശ്യപ്പെടലില്ല, ഒരു ദുആ, ഒരു വിളിയില്ല, ഒന്നുമില്ല. എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഉച്ചരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ദുആയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. അല്ലേ? നമ്മളും ഒരുപക്ഷെ ഒരു ഗമ്മിൽ, ഒരു ആഴക്കടലിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പല വിഷയത്തിലും നിലയില്ലാ കഴത്തിലെന്ന് മലയാള ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. അല്ലേ? ഒരു പിടുത്തമില്ലാതെ നിൽക്കുന്ന സന്ദർഭങ്ങളൊക്കെ വരുമ്പോ അള്ളാഹിനോട് പറയാ. തുടർന്ന് പറയാൻ പറയുന്നതോ, അവിടെ ഫ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കും. ഉടനെ, ഒരു അധികം വൈകാത്ത തൊട്ട സമയത്ത് തന്നെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം. അവിടെ പ്രയോഗിച്ച വാക്ക് നോക്കുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ഗമ്മിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അപ്പൊ സംശയം ഉണ്ടാകുന്ന ഒരു പ്രവാചകനായതുകൊണ്ട് ഖുർആൻ തുറന്ന് തിരുത്തണം. ഇപ്രകാരമാണ് നാം മുഅ്മിനീകളെ, വിശ്വാസമുള്ളവരൊക്കെ ഇങ്ങനെ നാം രക്ഷപ്പെടുത്തും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയണം നമ്മുടെ മനസ്സ്, വളരെ ആത്മാർത്ഥമായി, പ്രതീക്ഷയോടുകൂടി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം, ദീർഘമായി വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞെന്താ? രോഗം വന്ന് കഷ്ടതകൾ അനുഭവിച്ച്, മക്കളെല്ലാം മരണപ്പെട്ട്, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് നടന്നു നീങ്ങുന്ന ആളുകൾ, സാധാരണ അയ്യൂബ് നബിയുടെ വീടിനരികിലൂടെ വഴിയുണ്ടായിരുന്നു, ആ വഴി മാറ്റിയതാണ് നാട്ടുകാരൊക്കെ കൂടിയിട്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കാൻ പറ്റാതെ ഒരു പ്രവാചകന്റെ അവസ്ഥയാണ്. പലപ്പോഴും എന്താ അറിയൂ, ആളുകൾക്ക് നിരാശ ബാധിക്കും. ഞാനിതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ ഇടക്ക് വായിച്ചു നോക്കണം. അവിടെ ഖുർആൻ പറയുന്നത് എന്താ? വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. സൂറത്ത് അംബിയായിൽ 83-ാമത്തെ വചനം. അവിടെ പറയുന്നത് അയ്യൂബ് നബി ദുആ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം. അദ്ദേഹം പറയുന്നത് എന്താ? പടച്ചോനെ,
എനിക്ക് ദുർറ് ബാധിച്ചിട്ടുണ്ട്, നീ കരുണയുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്, എനിക്ക് ദുർറ് ബാധിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ഇദാ അഹദുക്കും ഖമ്മുൻ ഔ കർബുൻ, നിങ്ങൾക്കൊരാൾക്ക് അതീവ ദുഃഖമുണ്ടായി, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയും? മനുഷ്യർ മുഴുവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഒട്ടനേകം മനുഷ്യർ വല്ലാത്ത പിരിമുറുക്കത്തിലും അതേപോലെ തന്നെ മാനസികമായി കാരണമില്ലാതെ, പണ്ട് വിഷാദ രോഗം എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന രോഗമായിരുന്നു. കാരണമൊന്നും ഉണ്ടാവില്ല, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, എന്താ കാരണം അറിയില്ല, ആകെ അങ്ങനെയുള്ളൊരവസ്ഥ അല്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുമ്പോ, വല്ലാതെ പ്രയാസപ്പെടുമ്പോ നിങ്ങൾ എന്തു ചെയ്യണം? ആയിഷ ഉമ്മ പറഞ്ഞു തരണം നമുക്ക്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയഖുൽ, നിങ്ങൾ പറയുക. മറ്റൊരു ഹദീസിലുള്ളത് കുടുംബങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെയൊക്കെ എല്ലാരെയും വിളിച്ചു, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്താ പറയേണ്ടത്? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബി ശൈഅ. ഇപ്പൊ തന്നെ കാണാൻ പഠിക്കാം. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബി ശൈഅ. ഇത്ര പറഞ്ഞാൽ മതി. എന്താ അതിലുള്ളത്? അല്ലാഹു. അത് അല്ലാഹുവിന്റെ ഇസ്മുൽ ജലാലെ പല സന്ദർഭവും ആവർത്തിച്ചു പറയാ എന്നുള്ളത് ഒരു ശൈലിയാണ്. അല്ലാഹു അവൻ അല്ലാഹു, ലാ ഉശ്രികു റബ്ബി ശൈഅ, അല്ലെങ്കിൽ റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ, അവനാണ് എന്റെ റബ്ബ്, ഞാൻ അവരിൽ ഒന്നും പങ്കു ചേർക്കുന്നില്ല. അവിടെ നോക്കൂ നിങ്ങൾ, അവിടെ ഒരു പറയുന്നൊന്നുമില്ല, നമ്മള് ആവശ്യമൊന്നും പറയുന്നില്ല, ചോദിക്കുന്നില്ല, ഞാൻ ആകെ ഇടങ്ങേറാവുന്നുണ്ട് റബ്ബേ എന്നൊന്നും പറയുന്നില്ല. എന്റെ റബ്ബേ, ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നില്ല. ഇത് പറയാൻ പര്യാപ്തനാവണം നമ്മൾ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും എന്റെ റബ്ബ് അവൻ നിശ്ചയിച്ചതാണ് എനിക്ക് വരിക. അവൻ ഇവിടെ നിശ്ചയിച്ച കാരണങ്ങൾക്കപ്പുറത്ത് അവൻ നിശ്ചയിച്ച കാരണം ഉണ്ടാവും. അത് സ്വീകരിക്കുന്നതിനപ്പുറത്ത് രോഗം വന്ന മരുന്നുടിക്കുക, എന്നിട്ട് റബ്ബിനോട് പറയാം. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഇസ്ലാം പഠിപ്പിക്കാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത, അള്ളാഹുവിന് നൽകേണ്ട, അവന് മനസ്സിൽ കൊണ്ടുവരേണ്ടതിന് പകരം മറ്റാരെങ്കിലും ഒക്കെ കൊടുത്തിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് റബ്ബിനെ മനസ്സിൽ അവൻ മതിയായവനാണെന്ന് ബോധ്യപ്പെടുന്നവൻ പറയാ, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബി ശൈഅ. വളരെ ചെറിയൊരു ദുആ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബങ്ങളെ വിളിച്ച് ഇത് നിങ്ങൾ ചൊല്ലിക്കോളൂ, നിങ്ങൾക്ക് ഈ അസ്വസ്ഥതകൾ മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മളിത് ചൊല്ലണം, ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو التواب الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രണ്ടാമത് ഉണർത്താനുള്ള കാര്യം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നുള്ളത്. നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ, വാഹനം ഓടിക്കുന്നിടത്ത്, ഡ്രൈവ് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ റോഡിൽ സഞ്ചരിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ വാഹനാപകടങ്ങൾ നമ്മളെ കണ്ണീരണിയിച്ച, കാണാൻ പറ്റാത്ത ചിത്രങ്ങളൊക്കെ, കുറെ കുട്ടികളൊക്കെ മരിച്ചതൊക്കെ നമ്മൾ കണ്ടു. ആ സന്ദർഭത്തിൽ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഏകദേശം 80,000-ൽ മുകളിൽ അപകടങ്ങളാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത്, കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കുറെ ആളുകൾ മരണപ്പെട്ടു, കുറെ ആളുകൾ ഇങ്ങനെ ജീവശവങ്ങളായി കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ പലപ്പോഴും കുറേയധികം എങ്ങനെ ശ്രദ്ധിച്ചാലും സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതേത് വിഷയം എങ്ങനെ, പക്ഷെ ശ്രദ്ധ ഇല്ലാതെ, അശ്രദ്ധ കാരണം, നിയമങ്ങൾ പാലിക്കാതെയൊക്കെ സംഭവിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക്, മുസ്ലിമായ മനുഷ്യനിൽ അത് സംഭവിക്കാൻ പാടില്ല.
എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. തെളിയിച്ചു പറയാം, നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇസ്ലാമികപരമായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്ങനെ? ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പച്ചയായ ശിർക്കോ കുഫറോ നിർബന്ധിച്ച് അത് നിർബന്ധിക്കാത്തിടത്തോളം കാലം പൊതു വിഷയങ്ങളിൽ നന്മകളുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഭരണകൂടങ്ങൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ സാധാരണഗതിയിൽ അമിത വേഗത. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു. ലോകത്തറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫത്വ ഈ വിഷയം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടൊരു കാര്യം പേടിപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ, അതുപോലെ ഒരു വാഹനത്തിന്റെ കമ്പനി, അവരൊക്കെ പറയുന്ന ഒരു വേഗത ഉണ്ട്. ഒരു സ്ഥലത്ത് ഇന്ന സ്പീഡിലാണ് പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ഒരാൾ മനഃപൂർവ്വം പോയിട്ട് അയാൾ അപകടമുണ്ടാക്കി മരണപ്പെട്ടാൽ ആത്മഹത്യയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അഴുതുമില്ല, ആത്മഹത്യക്ക് തുല്യമാണ്. അതുകൊണ്ട് ഇതിൽ ചെറുപ്പക്കാരുണ്ട്, കുട്ടികളൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മദ്യപാനം അല്ലെ, എത്ര ആളുകൾ, ഒരാഴ്ച മുമ്പാണ് കുറെ ആളുകൾ റോട്ടിൽ കിടക്കുന്ന ആളുകളെ ഒരു ലോറി വന്നിട്ടാണ് ചതച്ചരച്ചത്. എന്താണ്? അവർ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. അത്രയും വലിയൊരു, അതുകൊണ്ടുണ്ടാക്കുന്ന എന്തൊക്കെ ദുരന്തങ്ങളാണ്. നിരപരാധികളായ മനുഷ്യർ, ഒരു മനുഷ്യൻ നമ്മൾ കാരണം മരണപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അല്ല മുൻഗാമികളായ അഹ്ലി കിതാബിന്റെ നിയമം പോലും എന്തറിയൂ, അതെന്നെ ഖുർആനും പറഞ്ഞ നിയമം എന്താ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് ഒരാള് അന്യായമായി നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടാൽ, കൊല്ലപ്പെട്ടാൽ. അതുപോലെ രാത്രി ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഡിമ്മിക്കുന്ന വിഷയമൊക്കെ നന്നായി ശ്രദ്ധിക്കണം. നമ്മളൊരു അശ്രദ്ധ കാരണം മറ്റൊരു അപകടം വരുത്താൻ പാടില്ല. അതിനൊക്കെ പുറത്ത് വാഹനം എന്നുള്ളത് അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നാണ്. ഈ ബോധം നമുക്ക് വേണം. വിശുദ്ധ ഖുർആനിന്റെ 43-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 12, 13, 14 ആയത്തുകൾ ഒരു മിനിറ്റ് കൂടെ. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മൃഗങ്ങളെയും കപ്പലുകളെയും ഒക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ വാഹനങ്ങളെ കീഴ്പ്പെടുത്തി തന്നത്. എന്നിട്ടോ എന്തിനാണ് നിങ്ങൾ ആ വാഹനത്തിൽ ഇരുന്നാൽ, അതിന് ഉറപ്പുറപ്പിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. വാഹനം വല്ലാത്ത നിഅമത്ത്, ഒരു സംശയവുമില്ല. അത് നിങ്ങൾ ഓർക്കണം. എന്നിട്ടോ അതിൽ നിങ്ങൾ ഇരുപ്പുറപ്പിച്ച് അത് നീങ്ങി തുടങ്ങിയാൽ നിങ്ങൾ പറയുകയും വേണം. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ പ്രാർത്ഥന ഖുർആന്റെ ആയത്താണ്. എന്താ? അല്ലാഹുവേ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴൊതുക്കി തന്ന റബ്ബേ, നീ പരിശുദ്ധനാണ് എന്ന് മാത്രമല്ല, വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഇത് ഞങ്ങളുടെ കയ്യിൽ തഴങ്ങുന്നതായിരുന്നില്ല, ഞങ്ങൾക്ക് ഇത് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതായിരുന്നില്ല. ഏതൊരു മനുഷ്യനും ജന്മന അവൻ വളർന്നു വരുമ്പോ വാഹനം ഉപയോഗിക്കുന്ന ഏത് വാഹനമാവട്ടെ, അവനങ്ങൾ ആദ്യം തന്നെ അതിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതതിനെ കീഴ്പ്പെടുത്തി അതിന് പറ്റാവുന്ന രൂപത്തിലൊക്കെ ആക്കി തന്നവൻ മഹാത്ഭുതമാണ്. ഒരു ബൈക്കിന്റെ മെക്കാനിസം പോലും ഇതിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ അല്ലേ? അങ്ങനെ ഓരോ വാഹനം, അത് എയറോപ്ലെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ കപ്പലാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഇതിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവൻ റബ്ബൻ, നമ്മളതിന്റെ ഒരാളാണെന്ന് മാത്രം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് മാത്രല്ല, മരണത്തെ ഓർത്തുകൊണ്ടാണ് ഓരോ സമയത്തും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പാലിക്കേണ്ടത് പാലിച്ച് വാഹനം നിർത്തുന്നിടത്ത്, വാഹനം ഓടിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതൊക്കെ പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ ആളുകൾ. ഞാൻ ഇപ്പത് പറയാൻ കാരണം, ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
നമ്മളായിട്ട് നമ്മുടെ മതപരമായ ഒരു ബാധ്യതയായിട്ട് തന്നെ അതിനെ കാണണം. ഹെൽമറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഇതൊക്കെ ഒരു രാജ്യം മനുഷ്യരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ. അതൊരു പൊതുസമൂഹത്തിന്റെ നിയമമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അതിനെതിരെ എന്തൊക്കെയാവാം, എന്നാൽ ഒരു നിയമമായി വന്നു അത് അംഗീകരിക്കപ്പെട്ട് രാജ്യത്തിന്റെ നിയമമാണെങ്കിൽ പ്രകടമായി മതപരമായ നമ്മുടെ നിയമങ്ങൾക്ക് ശറഅന് വിരുദ്ധമല്ലാത്തത് മുഴുവൻ അംഗീകരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന അമലുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വിനയാന്വിതരായി അവന്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ സങ്കടങ്ങൾ പങ്കുവച്ച് ഒരു വിനയാന്വിതനായ ദാസനായി അടിമയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.